प्यारे बच्चों, आदाब। ചട്ടി ജമാഅത്ത് के ഉറുദു ക്ലാസ് में सबका खैर मकदम है. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. കവിത വളരെ ഈണത്തിൽ പാടി നോക്കി. മേരി മാ എന്നുള്ള കവിതയുടെ ഭാഗമായിട്ട് അമ്മയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിലെ ഹം ആവാസ് അൽഫാസുകൾ, റൈമിംഗ് വേർഡ്സ്, സമാന ശബ്ദപദങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങൾ ഈണത്തിൽ കവിത ചൊല്ലി ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അമ്മി ഹമാരെ ലിയെ ക്യാ ക്യാ കർത്തെ ഹെ, അമ്മി ഹമാരെ ലിയെ ബഹുത് കുച്ച് കർത്തെ ഹെ. അമ്മി നമുക്ക് വേണ്ടിയിട്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ക്യാ ക്യാ കർത്തെ ഹെ? ജി ബതായിയെ. ഹമാരെ ലിയെ ദുആ കർത്തെ ഹെ, നമുക്ക് നന്മ വരുന്നത് വേണ്ടി ഖുദായോട് ദുആ കർത്തെ ഹെ, പ്രാർത്ഥിക്കാറുണ്ട്. ഹമാരെ ലിയെ और हमारे घर वालों के लिए खाना पकाते हैं, खाना पकाते हैं, ഭക്ഷണം പാകം ചെയ്യുന്നത് അമ്മിയാണ്. കപ്പടെ ധോത്തെ ഹെ, വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി തരുന്നുണ്ട് അല്ലേ. നമ്മൾ നല്ല സുഖത്തിൽ ഉറങ്ങുന്ന സമയത്തും അമ്മി അടുക്കള ബാവർച്ചിഖാന, അടുക്കളയിൽ നമുക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. നാശ്ത കെ ലിയെ ചായ और खाने की चीज़ें തയ്യാർ കർത്തെ ഹെ. അതിനിടയിലായിരിക്കും നമ്മൾ വിളിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഉറക്കത്തുനിന്ന് മനസ്സോടൊക്കെ എണീക്കും. എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യും. ക്യാ ക്യാ കർത്തെ ഹെ? എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്? ദാന്ത് മുഹ് സാഫ് കർത്തെ ഹെ അല്ലേ. പല്ലും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കും. നഹാത്തെ ഹെ, കുളിച്ച് വൃത്തിയാവും അല്ലേ. കപ്പടെ ബദൽത്തെ ഹെ, നയ കപ്പടെ പഹനത്തെ ഹെ, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കും. ബഡേ സവേരെ यानी सुबह उठकर हम दांत मुँह साफ़ करते हैं और खुदा से दुआ करते हैं. അംജദിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അംജദിൻ്റെ വീട്ടിൽ അമ്മി ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംജദ് എണീറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് ഖുദാസെ ദുആ കർ രഹേ ഹെ, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മി വിളിച്ചത്. ബേട്ടെ അംജദ് നാശ്ത തയ്യാർ ഹെ. നാശ്ത എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. നാനി അമ്മാക്കോ ബി ബുലാവോ ഹം സബ് മിൽക്കർ നാശ്ത കരേ. നാനി അമ്മ, ഉമ്മമ്മാനെയും അല്ലെങ്കിൽ മുത്തശ്ശിയെയും വിളിക്കൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാമെന്ന് അംജദിൻ്റെ അമ്മ അംജദിനെ വിളിച്ചു. അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അമ്മി പ്രഭാത ഭക്ഷണമൊക്കെ തയ്യാറാക്കി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അല്ലേ. നിങ്ങളെ വീട്ടിലൊക്കെ എന്തൊക്കെ ഭക്ഷണമാണ് രാവിലെ കഴിക്കാനുണ്ടാവാറ്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. ചപ്പാത്തി. ചില വീട്ടിൽ രാവിലെ ചപ്പാത്തി ഉണ്ടാവും. അവർ ക്യാ ഹോഗ, വേറെ എന്തൊക്കെ ഉണ്ടാവും? പുട്ട് ഓർ ചനാ മസാല, പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാകും അല്ലേ. പുട്ടും കടലക്കറിക്ക് ഉറുദുവിൽ എന്താ പറയുക? ചനാ മസാല. പൂരി, പൂരി ഉണ്ടാവാറുണ്ട് അല്ലേ. പിന്നെ അവർ ക്യാ ഹെ? പത്തിരി, പത്തിരി ഉണ്ടാവാറുണ്ട്. പിന്നെ ദോശ അവർ ചട്ടിനി, ദോശയും ചട്ടിനിയും ഉണ്ടാവാറുണ്ട്. പിന്നെ പൊറോട്ട, രാവിലെ പൊറോട്ട ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെയൊന്ന് പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞു നോക്കിയാലോ. ഏക് ബാർ ബി കഹൂം, ഹം ഏക് ബാർ ബി കഹൂം. ദോശ और ചട്ടിനി, പുട്ട് ചനാ മസാല, ചപ്പാത്തി, ഇഡ്ഡലി और സാമ്പാർ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാവാറുണ്ട്. അച്ഛാ അംജദിൻ്റെ വീട്ടുകാരും ഒന്നിച്ച്
അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അംജദിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഭക്ഷണമുള്ളത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദോശ और ചട്നി. തസ്വീർ മേ ദേഖിയേ, ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നത്? വീട്ടിൽ അംജദും അംജദിൻ്റെ വീട്ടുകാരായ ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്യപ്പയും ദാദാ ദാദി അബ്ബ അമ്മി और भाई के साथ നാസ്ത കാ രഹേ ഹെ. അവർ ഒന്നിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ പ്രഭാത ഭക്ഷണം കഴിക്കാറ്? ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? നമ്മൾ വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കാം. ദോശ और चटनी. मैं एक बार पढ़ूँगा. अमजद, अम्मी अम्मी आज नाश्ते के लिए क्या क्या पकाया है? अम्मी, गरम गरम डोसा और चटनी है बेटे, जी भर के खा लेना. अमजद, ये क्या बात है अम्मी जान, आज भी डोसा है, आप पराठे क्यों नहीं बनाते? अम्मी, नहीं बेटे, पराठे सेहत के लिए ठीक नहीं है. अमजद, ठीक है अम्मी जान, मैं जल्दी नाश्ता कर लूँगा. आज छुट्टी है ना, मुझे कुछ काम भी है. अम्मी, क्या काम है बेटे, ज़रा मुझे भी बताओ ना. अमजद, अम्मी कल स्कूल में जो पौधे दिए थे, इन पौधों को बाग में लगाना है. अम्मी, ठीक है बेटे, मैं भी तुम्हारी मदद करूँगी. അപ്പം നിങ്ങളും ഒന്ന് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. ദോശ और ചട്നി ഒരു പ്രാവശ്യം കൂടി കേട്ട് ഒന്ന് അതിൻ്റെ കൂടെ ഇങ്ങനെ വായിച്ചു നോക്കണം. അമ്മി അമ്മി ആജ് നാഷ്ത കേ ലിയേ ക്യാ ക്യാ പക്കായ ഹെ. അംജദ് അമ്മിയോട് ചോദിക്കുകയാണ്. അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ചോദിക്കുകയാണ്, ഇന്ന് ഭക്ഷണത്തിന് എന്തൊക്കെയാണ് പക്കായ ഹെ, ക്യാ ക്യാ പക്കായ ഹെ, എന്തെല്ലാമാണ് പാകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മി ക്യാ ജവാബ് ദിയ, അമ്മി എന്ത് മറുപടിയാണ് നൽകിയത്? ഗരം ഗരം ദോശ ഔർ ചട്നി ഹെ ബേട്ടെ, നല്ല ചൂടുള്ള ദോശയും ചട്നിയുമാണ് എന്നുള്ളത്. ജി ബർക്കെ ഖാലേന, മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് നല്ല സ്വാദുണ്ടാവുക. അപ്പോൾ അംജദ് എന്താണ് അമ്മയോട് ചോദിക്കുന്നത്? ദേഖിയേ, ഏ ക്യാ ബാത് ഹെ അമ്മി ജാൻ, ആജ് ബി ദോശ ഹെ, ആ പൊറോട്ട ക്യോം നഹി ബനാത്തെ. ഇന്നും ദോശയാണോ? ആജ് ബി ദോശ ഹെ, ഇന്നും ദോശയാണോ? ആ പൊറാട്ട ക്യോം നഹി ബനാത്തെ, നിങ്ങൾ പൊറാട്ട എന്താണ് ഉണ്ടാക്കാത്തത്? രാവിലത്തെ ഭക്ഷണത്തിന് എന്താണ് നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കാത്തത് എന്നാണ് അമ്മിയോട് അംജദ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് പൊറോട്ട അല്ലേ? പൊറോട്ടയും ബീഫൊക്കെ കഴിക്കാൻ നല്ലതാണ്. പൊറോട്ട ഓർ ബീഫ് അച്ചി ജോഡി ഹെ, നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ? ഭക്ഷണത്തിൻ്റെ കൂടെ പത്തിരിയും ബീഫും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. കൊതിയാവുന്നുണ്ടാവില്ലേ? അംജദിൻ്റെ വീട്ടിൽ രാവിലെ പൊറോട്ട ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അമ്മിയോട് ചോദിക്കാണ്, ആജ് ബി ദോശ ഹെ, അബ് ക്യോം പൊറോട്ട നഹി ബനാത്തെ, നിങ്ങൾ ആ പൊറോട്ട ക്യോം നഹി ബനാത്തെ, എന്താണ് പൊറോട്ട ഉണ്ടാക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അമ്മി ക്യാ ജവാബ് ദിയ, അമ്മി എന്ത് ജവാബാണ് നൽകിയത്, ഉത്തരമാണ് നൽകിയത്? നോക്കൂ അമ്മിയുടെ മറുപടി. നഹി ബേട്ടെ, പൊറോട്ട സെഹത് കെ ലിയേ ടീക്ക് നഹി ഹേ, പൊറോട്ട അതിരാവിലെ തന്നെ പൊറോട്ട ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് അമ്മി പറയുന്നത്. അതിരാവിലെ തന്നെ പൊറോട്ടയെ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് സ്വെഹത് കെ ലിയേ, സ്വെഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, സ്വെഹത് കെ ലിയേ ടീക്ക് നഹി ഹേ, ശരിയല്ല, നല്ലതല്ല എന്ന ഉപദേശമാണ് അമ്മി അംജദിന് കൊടുത്തത്. ടീക്ക് ഹേ അമ്മി ജാൻ, ഞാൻ ജൽദി നാസ്ത കർ ലൂങ്കാ. അങ്ങനെ അംജദ് ജൽദി വേഗത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. ആജ് ചുട്ടി ഹേന, മുझे കുച്ച് കാം ബി ഹേ, ഇന്ന് അവധിയല്ലേ. ചുട്ടി എന്ന് പറഞ്ഞാൽ
അവധി, അവധി ദിവസം. ആജ് ചുട്ടി ഹേന മുझे കുച്ച് കാം ഭി ഹേ. അവധി ദിവസത്തിൽ കുച്ച് കാം എന്ന് പറഞ്ഞാൽ കുറച്ച് ജോലിയുണ്ട്, കുറച്ച് പ്രവൃത്തികളുണ്ട്. നമുക്കും അവധി ദിവസങ്ങളിൽ പഠനവും മറ്റു കാര്യങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളുണ്ടാവും അല്ലേ. അവധി ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ വീട്ടുകാരെ സഹായിക്കാറുണ്ട്. അത്തരം ശീലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അമ്മി ചോദിക്കണമെന്ന് നോക്കൂ. ക്യാ കാം ഹേ ബേട്ടെ ജറാ മുझे भी बताओ ना. ക്യാ കാം ഹേ ബേട്ടെ, എന്ത് ജോലിയാണ് മോനെ? ജറാ മുझे भी बताओ ना, എന്നോടൊന്ന് പറയോ. അംജദിനൊരു കാമുണ്ടല്ലേ, എന്ത് കാമാണ് അംജദിനുള്ളത് എന്ന് അമ്മി ചോദിക്കുകയാണ്. अमजद अम्मी कल स्कूल में जो पौधे दिए थे इन पौधों को बाग में लगाना है. क्या है? अमजद को स्कूल से पौधे मिला है ले. यौम माहौलियत का दिन स्कूल से पौधा मिलते हैं. പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ നിന്ന് ചെടി കിട്ടാറുണ്ട് അല്ലേ. അംജദിനും ഒരു ചെടി കിട്ടിയിട്ടുണ്ട്. അത് ബാഗ് ലഗാന ഹെ, ആ ചെടിയെ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് നടണം അല്ലേ. ലഗാനാഹ എന്ന് പറഞ്ഞാൽ നടണം, ചെടി നടുക എന്നുള്ളതിന് എന്താണ് പറയുക? പൗധ ലഗാന. അപ്പം അംജദിൻ്റെ ജോലി എന്താണ്? അംജദ് കാ ക്യാ കാം ഹേ? പൗധ ലഗാന ഹേ. അമ്മി ठीक है बेटे मैं भी तुम्हारी मदद करूँगा. अम्मी क्या जवाब दिया? अम्मी मैं भी तुम्हारी मदद करूँगा. അംജദിനെ ചെടി നടുന്നതിൽ അമ്മിയും മദത് കരൂങ്കി. മദത് കരൂങ്കി എന്ന് പറഞ്ഞാൽ സഹായിക്കുക. അംജദും അമ്മയും കൂടി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ ചെടി ബാഗിൽ നടുകയാണ്. അംജദിനെ ചെടി നടാൻ വേണ്ടി അമ്മിയും മദത് കരൂങ്കി സഹായിക്കുകയാണ്. ठीक है. അപ്പോൾ ഇതാണ് ആ പാഠഭാഗത്തിൽ അമ്മിയും അംജദുമുള്ള ഒരു ഗുഫ്തഗുവാണ് ദോസ ഓർ ചട്നി എന്ന പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ അംജദിൻ്റെയും അമ്മിയുടെയും ഗുഫ്തഗു നല്ല വായിച്ച് നോക്കുക. അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും അമ്മിയോട് ചോദിക്കുക. നിങ്ങളെ വീട്ടിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മിയോട് ഇതുപോലെയുള്ള സംഭാഷണങ്ങളൊക്കെ നിങ്ങൾ നടത്താറുണ്ടോ എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉറുദുവിൽ ഞാൻ എൻ്റെ അമ്മിയോട് അല്ലെങ്കിൽ എൻ്റെ ഭായിയോടോ അല്ലെങ്കിൽ ബഹനോടൊക്കെ ഇങ്ങനെ ഉറുദുവിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ സംസാരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അങ്ങനെ ഉറുദു ഭാഷ സംസാരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഗുഫ്തഗു ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗം നല്ല വായിച്ച് പഠിക്കുക. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. ശുക്രിയ. ഖുദാ ഹാഫിസ്.